ഷർപ്പേ ഇത്ര മാത്രം കുറച്ച് മണ്ണല്ലേ? നല്ല മണ്ണാണ്. എത്തി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പാമ്പ് വരുന്ന പോലെ ഇങ്ങനെ ആക്കണം. വലിയ പാമ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത്ര നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആക്കാനുള്ളത് അതിൻ്റെ സ്കെയിൽസ് വരച്ച് കൊടുക്കണം. സ്കെയിൽസ് വരക്കാൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വയർ, ഈ വയർ എടുത്തിട്ട് നമ്മൾ വാലിലേക്ക് കൊടുക്കാം. ഇങ്ങനെ ക്രോസ് ഇട്ടിട്ട് വരുന്നത്. വയറ് ഉണ്ടാക്കുമ്പോഴില്ല നമുക്ക് ഇങ്ങനത്തെ ഐസ്ക്രീം കോൺ പോലെ ഉണ്ട് കാണാൻ. ഇത് കാണാനൊരു രസമില്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്നു പറഞ്ഞാൽ ഇത് ഒഴിവാക്കണം. ഈ ഡിസൈൻ ഇത് ഒരു പൊയ്യ മിക്സിലെ മണ്ണാണ്. അപ്പോൾ നമുക്ക് അധികം ഡീറ്റെയിലിങ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ മണ്ണിൽ ആദ്യമായിട്ട് ചെയ്യുന്നു. അതിനെക്കൊണ്ട് നോക്കാം. നമുക്ക് തലയുടെ ഭാഗത്തേക്ക് വേണം. ഇതിന് തലക്ക് നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊണ്ടിടണം. നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി തുടങ്ങാൻ കുറച്ച് മണ്ണ് കൂട്ടി നമുക്ക് തല ചെറുതുണ്ടാവില്ല. ഞാൻ കണ്ട് നീ എടുക്കുന്നുണ്ട് എപ്പോഴും. ഇതാ തലയുടെ ഭാഗം ഇത്ര ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ണിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ അടിയിൽ ഈ മണ്ണ് കളക്കുമ്പോൾ ഒരു കറുത്ത മണ്ണ് കിട്ടുന്നു. ഇതാ ഈ മണ്ണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കണ്ണിൻ്റെ അടുത്ത് ഫിറ്റാക്കുന്നത് എന്ന് വെച്ചാൽ കണ്ണ് റെഡി. അങ്ങനെ ബാക്കിയുള്ള പണി നോക്കാം. നമുക്ക് ഡീറ്റെയിലിങ് കുറച്ച് കഴിയുന്നത്ര ഡീറ്റെയിലിങ് ചെയ്യും. ഞാനിപ്പോൾ
ഇത് നോക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. ഇത് ഈ മണ്ണ് ഇങ്ങനെ അതിനെ കൊണ്ട്. ഇത് നമ്മൾ പെയിൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെണ്ണൂറല്ല, ഇതിനെന്ത് കരി. ഇത് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ പാമ്പിനടിക്കുന്നത്. അങ്ങനെ സാധനം റെഡി. പെരുമ്പാമ്പ് ഇനി ഇവിടെ ഇഷ്ടംപോലെ കാണാൻ സാധ്യതയുണ്ട്. കാരണം പേടിപ്പിക്കുകയല്ല, അത് കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി, പണി ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകാൻ വേണ്ടി. ഇനി അഥവാ പെരുമ്പാമ്പിൻ്റെ ഒരു മേഖല, അടിക്കാടുണ്ട്, വിജനമായ സ്ഥലം, നല്ല അവന് കഴിക്കാനുള്ള ഭക്ഷണം, മീൻ ഇവിടെ തന്നെ അമ്മമാർ വളർത്തി കൊടുക്കുന്നുണ്ട്. അമ്മമാർ ചെറിയ മീനിനെ വളർത്തി വലുതാക്കി കൊടുക്കും. വലുതാക്കിയിട്ട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് വലിയ മീനുകളെ അമ്മമാർ തീറ്റി കൊടുക്കുന്നതിന്. അപ്പോൾ അതിൻ്റെ ആരോഗ്യം ഇതിൽ കാണാനും ഉണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ. ശാസ്ത്രീയ നാമം പൈത്തൺ മുളൂറൈസ്. ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. മലമ്പാമ്പുകളെ 2 ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൺ അഥവാ റൂറൽ പൈത്തൺ എന്നും രണ്ടാമതായി റെറ്റിക്കുലസ് പൈത്തൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ 2 ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ്. നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ്. ഇവയ്ക്ക് ഏകദേശം 20 അടിയോളം നീളവും 100 കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റെറ്റിക്കുലാറ്റസ് പൈത്തൺ മലമ്പാമ്പുകൾക്ക് ഏകദേശം 28 അടി നീളവും 120 കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട്.